ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖം എല്ലാവരും സുഖമായിട്ടിരിക്കും വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വ്ളോഗാണ്, ഒരു ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അങ്ങനെ 30 വയസ്സായി. അപ്പം ഇന്നാണ് എൻ്റെ പിറന്ന നാൾ വന്നത്, നാളെ ബർത്ത്ഡേയുമാണ്. അപ്പം ഇന്ന് നക്ഷത്രവും നാളെ പിറന്നാളും ആയതുകൊണ്ട് 2 ദിവസം ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാ വിശേഷങ്ങളും വഴിയേ കാണാം കേട്ടോ. അപ്പം ഇന്ന് ഫസ്റ്റ് എൻ്റെ മഷ്റൂം കറി തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒരേ കറിയാണെങ്കിൽ മിക്കപ്പോഴും അങ്ങനെ തന്നെ ആക്കാറ്. എന്താണോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒരേപോലെ എടുക്കാൻ പറ്റുന്നത് ആ സെയിം സാധനമായിരിക്കും ഈസി ആയിട്ട് ഞാൻ രാവിലെ ആക്കുക. അപ്പം എൻ്റെ പണി കുറച്ചുകൂടെ എളുപ്പമാവും. അപ്പം പിന്നെ നമുക്ക് ഈ മഷ്റൂം കറിക്ക് വേണ്ടിയിട്ട് രാവിലെ ദോശയാണ്. ദോശമാവ് അടിപൊളിയായിട്ട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെയൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്. അത്രയും ഉണ്ടായിരുന്നുള്ളൂ, അതായത് ഒരു 1/4 ഭാഗത്തിൻ്റെ കുറവ് ഈ പാത്രത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് മുഴുവനായിട്ട് പൊന്തിയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ഞാൻ മിക്കപ്പോഴും ഈ ദോശമാവ് അരക്കുമ്പോൾ ഇങ്ങനെ പൊന്താറുണ്ട്, ഉഴുന്ന് ദോശക്ക് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ മഷ്റൂം എന്ത് ചെയ്ത് ഇങ്ങനെ സോട്ട് ചെയ്യുക കേട്ടോ. ആദ്യം എണ്ണയിലിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തിട്ട് അത് മാറ്റി വെക്കണം, എന്നിട്ടാണ് ബാക്കിയുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്നത്. ഇത് വെജ് ബിരിയാണിയാണ് ആക്കുന്നത്. ജസ്റ്റ് ഹോൾ സ്പൈസസ് ഇടുക, എണ്ണയിൽ നെയ്യിലിട്ട് വാട്ടുക. പിന്നെ നമുക്ക് ഈ ഉള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് അതും വാട്ടുക. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ഓൺ ചെയ്യാം. പിന്നെ നമ്മൾ ഇത്ര അരി എടുക്കുക, ഇത്ര അളന്നിട്ടെടുക്കണേ, അത് ഒരിക്കലും മറക്കരുത്. അളന്നിട്ട് മാത്രമേ അരികൾ എടുക്കാൻ പാടുള്ളൂ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത്. എന്നിട്ട് ഈ എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വാട്ടുക. എന്നിട്ട് നമ്മൾ എത്ര ഗ്ലാസ് ആണോ അരി എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തിളക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മാത്രമേ സിമ്മിലിട്ടിട്ട് അടച്ചു വെക്കാൻ പാടുള്ളൂ. അപ്പോഴേക്ക് നമ്മൾ റൈസ് അവിടെ സെറ്റ് ആവും കേട്ടോ. പിന്നെ നമ്മൾ ഇതാ മഷ്റൂമിനുള്ള കറിയാണ് ആക്കുന്നത്. ഒരു ഗ്രേവി, ഒരു ബട്ടർ ചിക്കനെ പോലെയെല്ലാം നമ്മൾ ആക്കൂലേ, അതേപോലെയാണ് ആക്കുന്നത്. എല്ലാം ഇട്ട് വഴറ്റിയിട്ട് ആ ഒരു വഴറ്റിയ സാധനം അരച്ചെടുത്ത് നന്നായിട്ട്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഇതിൽ നമ്മൾ ക്രീമൊന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ആ കറി അരച്ചെടുക്കുമ്പോൾ അങ്ങനെ ആവുന്നത് കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ വെജ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്, ഇപ്പുറത്ത് നമ്മൾ മഷ്റൂം കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ദോശമാവ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വാവെന്നൊക്കെ ആവുന്നില്ലേ. എനിക്ക് വെള്ളയപ്പം ഇങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കിട്ടുള്ളൂ. പക്ഷെ ഞാൻ കുറേ നാളായി വെള്ളയപ്പം ആക്കിയിട്ട്. പക്ഷെ ഉഴുന്ന് ദോശ എപ്പോഴും ഇങ്ങനെ കിട്ടിക്കോളും. അടിപൊളിയായിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ലേശം ഉപ്പ് ഇട്ടിട്ട്, അതായത് രാവിലത്തേക്ക് മാത്രമാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. നമുക്ക് 2 ആൾക്ക് കഴിക്കേണ്ട മാവ് എടുക്കുന്നത്. ബാക്കി ഞാൻ അതേ പാത്രത്തിൽ നേരെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറ്റും. കാരണം നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാവിന് വല്ലാണ്ട് പൊടി കൂടുന്നുണ്ട്. അപ്പം ഉപ്പിട്ടത്, അതായത് ആവശ്യത്തിന് എടുക്കുക, ഉപ്പിടുക, ദോശ ഇടുക, അങ്ങനെയാണ് എൻ്റെ പോളിസി. അപ്പം ഞാൻ എന്ത് ചെയ്ത് ആവശ്യത്തിന് എടുത്തു, അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ദോശ, നേരിയ ദോശ, നല്ല നെയ് റോസ്റ്റ് ദോശയൊക്കെയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ലേശം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തൂവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ മൊരിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എപ്പോഴും ഫുള്ളിലിട്ട് ഇടുക ആദ്യം നമ്മൾ പരത്തുന്ന സമയത്ത്, പിന്നെ സിമ്മിലിടുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ദോശ കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ. അതായത് നമ്മൾ കറക്റ്റായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്ക സാധനങ്ങളും കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ രാവിലത്തെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് ആക്കി, ലഞ്ചാക്കി, ഇനി വേഗം ഓഫീസിൽ പോവുക. ഇനി ബാക്കി നമുക്ക് രാത്രി കാണാം. അങ്ങനെ രാത്രി ആയപ്പോഴേക്ക് അമ്മയും അനിയനും വന്ന്. ഇത് ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു. ഇത് അഗിയേട്ടൻ്റെ അടുത്തൊരു വീഡിയോ കേട്ടോ. അവർ ഓട്ടോയിൽ വന്നിട്ട് ഇവിടെ ഹബ്ബിൽ ഇറങ്ങി. അഗിയേട്ടൻ എൻ്റെ ഫോൺ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഒരു കോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നില്ല, ഞാനാണെങ്കിൽ അഗിയേട്ടൻ രാത്രി എനിക്ക് സർപ്രൈസ് വല്ലതും തരും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വീട്ടിലിരിക്കുക കേട്ടോ. അവർ വരുന്ന മനസ്സിൽ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു അനിയനും കൂടി ഉണ്ട്, ഓൻ വന്നിട്ടുണ്ടായിട്ടില്ല. അപ്പം ഇവരിങ്ങനെ മുകളിലേക്ക് കയറി വരുവാന്ന്. അപ്പം ഞാൻ വെച്ചാൽ അഗിയേട്ടനാണ് വന്നത്. അപ്പം ഞാൻ അപ്പുറത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അഗിയേട്ടാന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വെച്ചാൽ അഗിയേട്ട കേക്ക് വാങ്ങാൻ പോയിന്ന് ഞാൻ വിചാരിച്ചത്. സർപ്രൈസ്
ഞാൻ ഇങ്ങനെ ഒരു ബർത്ത്ഡേ സർപ്രൈസ് പ്രതീക്ഷിച്ചേ ഇല്ല. അമ്മ വരും, അനിയന്മാർ വരും എന്നൊക്കെ. ഒരാളും കൂടെ വരാണ്ട്, ഒരു അനിയനെ വന്നിട്ടുള്ളൂ. പക്ഷെ ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടോ. അമ്മ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിന്, എനിക്കും കൊണ്ടുവന്നിട്ട് അഗിയേട്ടനും ഒരു ഷർട്ട് കൊണ്ടുവന്നിന് കേട്ടോ. അങ്ങനെ വർത്താനെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡിലേക്ക് ഇറങ്ങി കേട്ടോ. അമ്മ നല്ല അടിപൊളി ബിരിയാണി ആക്കി കൊണ്ടുവന്നിന്. എനിക്ക് ഓൾറെഡി ഇവിടെ ദോശയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. ഇവർ വന്നപ്പോഴത്തേക്ക് എന്ത് ഉണ്ടാക്കല്ലേ നമ്മൾ വാങ്ങാമെന്നൊക്കെ വെച്ചു. പക്ഷെ അമ്മ നല്ല ബിരിയാണി ആയിക്കൊണ്ടെന്ന്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കിടന്നുറങ്ങി. അങ്ങനെ രാവിലെ ആയപ്പോൾ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ്, അനിയൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടും അഗേട്ടൻ ഓഫീസിൽ പോകണമല്ലോ, ഞാൻ ലീവ് എടുത്ത്. അപ്പം നെയ്ച്ചോറും അതേപോലെ ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കേട്ടോ. അപ്പം അഗേട്ടൻ എന്ത് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്ത്. അനിയനാണെങ്കിൽ ഇവിടെ ഉള്ളതുകൊണ്ട് അവൻ ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞ് പിന്നെ ദോശയും മുട്ടയും എല്ലാം ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനും അമ്മയും അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച്. ആദ്യം വെച്ച് ഇവിടെ അടുത്ത് അമ്പലത്തിൽ പോകാമെന്ന്. പിന്നെ ആ പ്ലാന് മാറ്റിയിട്ട് നേരെ നമ്മൾ കൊടുങ്ങല്ലൂർ പോകാമെന്ന് വിചാരിച്ച്. നമ്മൾ ഇതുവരെ കൊടുങ്ങല്ലൂർ പോയിട്ടില്ല. ഇവിടെ നിന്ന് നമുക്ക് ഈസിയാണ് പോകാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് നിന്ന്. പക്ഷേ ഞാനും അഗിയേട്ടനും ഇപ്പം വിചാരിക്കലേ മാത്രമേ ഉള്ളൂ, പോക്കേ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ബർത്ത്ഡേ ആയപ്പോഴത്തേക്ക് അതൊരു സർപ്രൈസ് വിസിറ്റ് പോലെ ആയിപ്പോയി. വിചാരിക്കാണ്ട് ഒരു പോക്കായിരുന്നു. അമ്മ ഇതുവരെ പോയിട്ടുണ്ടായിട്ടില്ല. അപ്പം നമ്മൾ രണ്ടാളും പോവാത്ത സ്ഥിതിക്ക് ഞാനും അമ്മയും പറഞ്ഞ് എന്നാൽ പോയേ കളയാം, എന്തായിട്ടും അമ്പലത്തിൽ പോകണം. അപ്പം കൊടുങ്ങല്ലൂർ തന്നെ പോവുക, ആദ്യമായിട്ട് പോവുകയല്ലേ, ബർത്ത്ഡേ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മയും പോയി കേട്ടോ. പോയപ്പാട് പുറത്തൊന്നും വലിയ ആളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഉള്ളിൽ പോയപ്പോഴത്തേക്ക് ഒരു കുറച്ച് വലിയ ക്യൂ ഉണ്ടായിരുന്നേ. നമ്മൾ വേഗം എന്ത് ചെയ്ത് ചീട്ടെല്ലാം മുറിച്ച്, പ്രസാദത്തിൻ്റെ ചീട്ടെല്ലാം മുറിച്ചിട്ട് ആ ക്യൂ അപ്പോഴത്തേക്ക് നട പൂട്ടിയും ഉണ്ടാകുന്ന ഒരു ക്യൂ ഉണ്ടായത്. കാരണം വർക്കിംഗ് ഡേ ഒന്നും അല്ലായിരുന്നു, അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ലേ. അങ്ങനെ നമ്മൾ തൊഴുവൊക്കെ കഴിഞ്ഞ് അതിന് പ്രദക്ഷിണം വെച്ച്. അമ്പലം കുഞ്ഞി അമ്പലമാണ്, പഴയ അമ്പലമല്ലേ, അപ്പോൾ ഭയങ്കര കുഞ്ഞി അമ്പലമാണ്. പക്ഷേ ചുറ്റും നല്ല സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ. ഇതുപോലെ വലിയൊരു ഗ്രൗണ്ട് പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്നാണോ വിചാരിക്കും വലിയ അമ്പലമാണ്, പക്ഷെ ഉള്ളിൽ കയറുമ്പോൾ വളരെ കുഞ്ഞമ്പലമാണ്. അങ്ങനെ ഫുഡ് കഴിച്ച്, ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചൊന്നുമില്ല. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഫുഡിൻ്റെ ക്യൂ കണ്ടുകൊണ്ട് അവിടെ നിന്ന് അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ വേഗം ഇറങ്ങി കേട്ടോ. ഏകദേശം ഒരു 1 അവറോളം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ തൊഴാൻ വേണ്ടിയിട്ട്. എറണാകുളത്ത് നിന്ന് ഇവിടത്തേക്ക് 1 മണിക്കൂർ തന്നെയുണ്ട്, 1.25 മണിക്കൂറുണ്ട്. അതേപോലെ ഇവിടെ നിന്ന് തൊഴുത് കഴിഞ്ഞിട്ട് തൊഴാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ എടുത്ത് പിന്നെ തിരിച്ചു പോവാന്ന്. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ 10:30 ആയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ രാവിലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ നമുക്ക് വീട്ടിലെത്തുമായിരുന്നു. അങ്ങനെ നമുക്ക് വേഗം ബസ് കിട്ടി. ഒരു തിയേറ്ററിൻ്റെ അവിടെ കേട്ടോ ബസ് നിർത്തുക എറണാകുളത്തേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ബസ് കയറി കേട്ടോ, പ്രൈവറ്റ് ബസ്സാണ് കയറിയത്. പ്രിയദർശിനി ബസ്സൊക്കെ ഉണ്ടായിരുന്നു, നേരെ എറണാകുളത്തേക്കുള്ള ബസ്സായിരുന്നു. ഇനി നമ്മൾ പിന്നെ എറണാകുളത്ത് എത്തി അവിടെ നിന്ന് നേരെ ഹബിലേക്ക് വേറെ ബസ് കയറിയിട്ടൊക്കെ വരേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഇതിന് കയറി. പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ, കാലിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10-20 പേര് ബസ്സിലുണ്ടായിട്ടുണ്ടാവുള്ളൂ, അത്ര കാലിയായിരുന്നു. എവിടെ വേണമെങ്കിലും ഇരുന്ന് നിങ്ങൾക്ക് പോകുമായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് കുറച്ച് സമയം, എനിക്ക് തോന്നുന്നു 1 മണിക്കൂറായിട്ട് റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ റെസ്റ്റ് ചെയ്യുന്ന ഇടയ്ക്ക് ഒന്ന് മുകളിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്മക്ക് ബബ്ലൂസ് നാരങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഇവിടുത്തെ മരം ഇതുവരെ ഇരുട്ടത്തല്ലാണ്ട് ഈ മരം കണ്ടിട്ടുണ്ടായിട്ടില്ല. ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ബബ്ലൂസ് നാരങ്ങ എന്തായിട്ടും പറിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ പറിക്കാനെത്തും കേട്ടോ മുകളിൽ നിന്ന്. അങ്ങനെ നമ്മൾ പറിച്ച് പിന്നെ ശേഷം ഒരു ടാൻ പോകാനുള്ള ഒരു പാക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അനിയന് പാക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓൻ എന്തായിട്ട് ആക്കി കൊടുക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്ന് ഞാനും ഇടാമെന്ന് വിചാരിച്ചു. കാരണം നല്ല വെയിലുള്ള ദിവസമായിരുന്നു. രാവിലെ തന്നെ വെയിലത്ത് പോയിട്ട് ഫുൾ ടാൻ അടിച്ച് പണ്ടരായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മാസ്ക് ഇട്ട്, എല്ലാവർക്കും അറിയുന്ന മാസ്ക് തന്നെ, നമ്മൾ തൈരും കാപ്പിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേക്കുക. നല്ല ടാൻ പോവും, നല്ല മുഖം നല്ല സോഫ്റ്റ് ആവും.
നിങ്ങൾ ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചെറുനാരങ്ങയോ അല്ലെങ്കിൽ തക്കാളിയോ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പെട്ടെന്ന് ആക്കുന്നതുകൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അടിപൊളിയായിട്ടൊന്ന് ടാൻ പോകാൻ ബെസ്റ്റ് സാധനമാണ്. എനിക്ക് നന്നായിട്ട് അത് എഫക്റ്റ് ആവാറുണ്ട്. അങ്ങനെ ഒരു 20 മിനിറ്റ് ഞാൻ വെക്കും, അതായത് ഉണങ്ങുന്ന വരെ വെക്കും. എന്നിട്ട് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ ശേഷം നേരെ വിട്ട് കേട്ടോ ഫോറം മാളിലേക്ക്. അപ്പോൾ നമ്മൾ 3 ആളും കൂടെ ഇവിടുന്ന് ബസ്സിന് പോകാൻ വിചാരിച്ചത്. അഗേട്ടന് ഓഫീസ് വിട്ട് വരാൻ ലേറ്റ് ആവും. അപ്പം അഗേട്ടന് എത്തുമ്പോഴത്തേക്ക് തിരിച്ചെത്താമെന്ന് വിചാരിച്ച് ഇവിടുന്ന് ആകെ 2 സ്റ്റോപ്പേ ഉള്ളൂ ബസ്സിന്. നേരെ ഇവിടുന്ന് ഫോറമാളിൻ്റെ നേരെ മുന്നിൽ തന്നെ ബസ് നിർത്തുകയും ചെയ്യും. ഇവിടെ നേരെ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാളായി. അങ്ങനെ നമ്മൾ 3 ആളും ബസ്സിന് പോയി. അവിടെ എത്തിയിട്ട് നേരെ നമ്മൾ വിചാരിച്ച് ഫുഡ് കോർട്ടിൽ പോവാന്ന്. കാരണം തിരിച്ചു പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പം വന്നപ്പാട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാന്നുള്ള ഇതിൽ നേരെ ഫുഡ് കോർട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അമ്മ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. അനിയൻ ആദ്യമായിട്ടാണ്. അമ്മ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അമ്മേനെയും ആൻറ്റിയൊക്കെ വന്നപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോറത്തിൽ. നല്ല രസമാണ്. എനിക്ക് തോന്നുന്നു എല്ലാ മാളിലെയും കാട്ടിയും ഭയങ്കര കാമായിട്ടുള്ള പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ് ഫോറം മാള്. നിങ്ങൾക്ക് ചുമ്മാ വന്നിരിക്കാൻ പറ്റും. കാരണം ഒരു മനുഷ്യരുണ്ടാവില്ല. ഈ രാത്രി ആകുമ്പോഴും പിന്നെ അതേപോലെ തന്നെ വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ നല്ല തിരക്കുണ്ടാവുക. പക്ഷെ അതുവരെ അങ്ങനെ ആരും ഉണ്ടാവില്ലേ. അങ്ങനെ ഫലൂദ നേഷനിൽ പോയിട്ട് ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ബർത്ത്ഡേൻ്റെ അന്ന് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ID കാർഡ് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 30% ഡിസ്കൗണ്ട് നമുക്ക് അവിടെ നിന്ന് ഐസ്ക്രീം കിട്ടും കേട്ടോ. അപ്പം അനിയന് ഈ ഐസ്ക്രീം മതി എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. കേക്കും ഐസ്ക്രീമും തമ്മിലായിരുന്നു. ഞാൻ വെച്ചാൽ ചോക്ലേറ്റ് ആണ് എന്നാണ് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തത്. പക്ഷേ അത് കേക്കായിരുന്നു. അതുകൊണ്ട് തീരെ ഇഷ്ടമായിട്ടില്ല. ഞാനും അമ്മയും കൂടെ ബർഗർ കിങ്ങിൽ പോയിട്ട് അവിടെ നിന്ന് 2 ബർഗേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളും വാങ്ങി നേരെ ഇനി ഊബർ ഓടിച്ചിട്ട് നേരെ വീട്ടിലേക്കാട്ടോ. ഇനി വേറെ പരിപാടീസ് ഒന്നുമില്ല. അവർ ഒരു ദിവസം ഇന്നലെ വന്നിട്ട് രാവിലെ പോകാമെന്നാണ് പറഞ്ഞത്. വിടാനിട്ട് ഇത്രയും രാത്രി ആയതാണ്. ഇന്ന് നാളെ രാവിലെ കയറിപ്പോവും. ഇവിടുന്ന് 6 മണിക്ക് ട്രെയിൻ ഉണ്ട്. അതുകൊണ്ട് നമ്മളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് 2:50 ഉച്ചയ്ക്ക് ഇങ്ങോട്ടും ഉണ്ട്. ഇവിടെ നിന്ന് രാവിലെ 6 മണിക്കും ട്രെയിൻ ഉണ്ട്. അപ്പോൾ സുഖമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഉറങ്ങി എണീറ്റ് രാവിലെ ഒരു 5:30 ആയപ്പോൾ സ്റ്റേഷനിലെത്തി. ഫുൾ കാലിയായിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കോട്ടൊക്കെ ഭയങ്കര കാലിയായിരുന്നു. എന്നിട്ട് അവർക്ക് ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് രാവിലെ തന്നെ ഉറക്കണീച്ച് പോകുമല്ലേ, ഒന്നും തിന്നാനൊന്നും ആക്കിയിട്ടുണ്ടായിട്ടില്ല. കാരണം ഈ ട്രെയിൻ ഒരു 11:30 ആകുമ്പോൾ നമ്മൾ കണ്ണൂരെത്തും. അപ്പം ഉറങ്ങി എണീക്കുന്ന ഒരു ടൈമേ ആവുള്ളൂ. നല്ല ടയേർഡായിരിക്കും. കാരണം ഫുൾ കറക്റ്റായിരുന്നല്ലോ ഒരു ദിവസം. അങ്ങനെ കറക്റ്റ് ടൈം 6 മണിയായപ്പോൾ തന്നെ ട്രെയിൻ എടുത്തു കേട്ടോ. അപ്പം ഈ ഒരു ഫുൾ ഡേ അടിപൊളിയായിരുന്നു. ഇവരും കൂടെ വന്ന ശേഷം നല്ലതായിരുന്നു കേട്ടോ. ഇതാന്ന് പറയുന്ന പോലെ ബർത്ത്ഡേ കഴിഞ്ഞു കേട്ടോ. വിചാരിച്ചിട്ടേ ഇല്ല അമ്മ അനിയനും വരുന്നു. ഭയങ്കര സർപ്രൈസ് ആയി പോയി. പിന്നെ അഗേൻ്റെ വക ഒരു സാരി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്താ പറയുക, അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിക്കാണ്ടാണ് 30 വയസ്സിലെ ബർത്ത്ഡേ ഇത്ര അടിപൊളിയാക്കിയത്. 30. അപ്പോൾ ഇതുപോലെ ഈ അടിപൊളി നമ്മളിങ്ങനെയല്ല കാണിക്കാറ്. അപ്പോൾ ഈ അടിപൊളി പോലെ ഇനി അങ്ങോട്ട് നല്ലതാവട്ടെ. ഞാൻ എന്നെ തന്നെ ആശംസിക്കുന്നു അടിപൊളി ആവട്ടെ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ 20s പോലെയല്ലോ ഇനിയുള്ള 30s. അപ്പോൾ എനിക്ക് ഈ 30 സ്റ്റാർട്ട് ചെയ്തപ്പം ഒരു മൈൽ സ്റ്റോൺ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് തോന്നുന്നത്. അപ്പം ഇനി 30s അടിപൊളി ആവട്ടെ. അതേപോലെ 20s ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം 20s എൻ്റെ ഒരുപാട് നല്ല മെമ്മറീസ് എനിക്കുണ്ട് 20s. 30s അതേപോലെ എനിക്ക് ഒരുപാട് മെമ്മറീസ് സ്റ്റോർ ചെയ്യാൻ പറ്റട്ടെ. എല്ലാം നല്ലതാവട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ ആശംസിക്കുകയാണ്. അപ്പം നിങ്ങളെ ബർത്ത്ഡേസൊക്കെ നിങ്ങൾ ചെറിയ തോതിലെങ്കിലും ആഘോഷിക്കുക. ഈ പ്രാവശ്യം കേക്ക് കട്ടിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായിരുന്നു ഈ ഒരു ബർത്ത്ഡേക്ക്. കഴിഞ്ഞ പ്രാവശ്യത്തെ ലാസ്റ്റ് 20s, അതായത് 29ാമത്തെ ബർത്ത്ഡേ എൻ്റെ പന്നി പിടിച്ചൊരു ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 30s അത് നികത്തിയതുകൊണ്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. അപ്പം എല്ലാ ആൾക്കാരും എന്താ പറയുക അടിപൊളിയായിട്ടിരിക്കട്ടെ. അതേപോലെ തന്നെ ഞാനും അടിപൊളിയായിട്ടിരിക്കട്ടെ. ഇനിയിപ്പോൾ ഒരു മെച്യൂർഡായിട്ടുള്ള, അതായത് നമ്മൾ 20s കുറച്ചും കൂടെ മെച്യൂർഡായിട്ട് വരികയാണ്. അപ്പം പല സിറ്റുവേഷൻസും നമുക്ക് ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ അതിനൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പം എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയൊക്കെ മിറ്റ്സ് ബൈ ഫ്രം ആതിര അഖിൽ. ബൈ ബൈ.